രാജസ്ഥാൻ അജ്മീരിലെ തെരുവ് കുഞ്ഞുങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കോഴിക്കോട്ടുകാരനുണ്ട്. ഭിക്ഷാടനത്തോട് വിദ്യാഭ്യാസം നൽകി പോരാടുന്ന സുനിൽ ജോസ് എന്ന അധ്യാപകനാണത്. കൂരാച്ചുണ്ട് സ്വദേശിയായ സുനിൽ തെരുവിൽ അലഞ്ഞു തിരിയുന്നവർക്ക് അറിവും അന്നവും നൽകി അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു കയറുകയാണ്. ഗണിത അധ്യാപകനായാണ് സുനിൽ ജോസ് അജ്മീറിലെത്തുന്നത്. അതൊരു നിമിത്തമായിരുന്നിരിക്കണം. അല്ലെങ്കിൽ തെരുവിൽ അലഞ്ഞു തിരിയുന്ന ഭിക്ഷാടനം മാത്രം നടത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്ന നൂറുകണക്കിന് കുട്ടികൾക്ക് വിദ്യാഭ്യാസവും പോഷകമുള്ള ഭക്ഷണവും കിട്ടുമായിരുന്നില്ലല്ലോ. മാലിന്യങ്ങൾക്കിടയിൽ ഭക്ഷണം തിരയുന്ന ഒരു കൂട്ടം കുട്ടികളാണ് സുനിൽ ജോസിനെ അവരിലേക്ക് അടുപ്പിക്കുന്നത്. 12 വർഷം മുൻപാണ് സംഭവം. പതിയെ അയാൾ അവരിലേക്ക് അടുത്തു. അവരുടെ വീടുകളിൽ പോയി മാതാപിതാക്കളെ വിദ്യാഭ്യാസത്തെപ്പറ്റി ബോധവൽക്കരിച്ചു. പിന്നീട് പഴയ ഒരു ബസ് വാങ്ങി ഓരോ വീടുകളിലും ഭക്ഷണം എത്തിച്ചു. അതിലെ സീറ്റുകൾ ഇളക്കി മാറ്റി ഒരു ക്ലാസ് റൂം തയ്യാറാക്കി പഠിപ്പിക്കാനും ആരംഭിച്ചു. ബസ്സിലെ ക്ലാസ് റൂം ഇപ്പോൾ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടത്തിലേക്കും മാറിയിട്ടുണ്ട്. ഇത് ഒരു ബസ് അല്ല, ഇതൊരു മൊബൈൽ ക്ലാസ് റൂമാണ്. ഈ ബസ്സില് 2 ടീച്ചർമാര് പിന്നെ ഈ ബസ്സിൽ പോകും. അവര് ഈ കുട്ടികൾ ചേരി പ്രദേശങ്ങളിൽ ഭക്ഷണമായിട്ട് പോകുന്നു. അവിടെ വഴിയിൽ നിർത്തുന്നു. 2 മണിക്കൂർ ഒരു സ്ഥലത്ത് പഠിപ്പിക്കുമ്പോൾ 30 പിള്ളേർ ഇങ്ങനെ ഇരുന്ന് ക്ലാസ് റൂമിൽ ഇരുന്ന് ഈ ബസ്സിൽ പഠിക്കും. 30 പിള്ളേർ പഠിച്ചതിന് ശേഷം ഭക്ഷണമായിട്ട് അടുത്ത പോയിന്റിലേക്ക് പോകുന്നു. അങ്ങനെ ഈ ബസ്സിൽ തന്നെ ഏകദേശം ഒരു കൊല്ലം 134 പിള്ളേരോളം പഠിക്കുന്നുണ്ട്. ഒരു കൊല്ലം പഠിച്ചതിന് ശേഷം ഇവരെ ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് അഡ്മിഷനായിട്ട് അയക്കുന്നു. അതിനുശേഷം അവരെ നമ്മുടെ കോച്ചിങ് സെന്ററിൽ കൊണ്ടുവന്ന് 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ബെസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ കൊടുക്കുകയാണ്. ഇന്നിപ്പോൾ 534 കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയവരിൽ പലരും എഞ്ചിനീയറോ ഡോക്ടറോ നഴ്സോ ഒക്കെയായി മാറിയിട്ടുണ്ടെന്ന് സുനിൽ പറയുന്നു. ഇതൊന്നുമായില്ലെങ്കിലും ഇവരിൽ ഒരാളും വീണ്ടും ഭിക്ഷാടനത്തിലേക്ക് മടങ്ങില്ലെന്ന് സുനിൽ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഈ 534 പിള്ളേരിൽ ഒരാൾ പോലും ഭിക്ഷയായിരിക്കാൻ പോവുകയില്ല എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് കൺഫേം ചെയ്യും. ഈ എച്ചിലകളിൽ കൂടി ഭക്ഷണം എടുക്കുന്ന പിള്ളേരും പിന്നെ കച്ചറയെല്ലാം പറക്കി നടക്കുന്ന വളരെ മോശമായിട്ട് സൊസൈറ്റിയിൽ ഏറ്റവും താണ രീതിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ഇവിടെ പഠിക്കുന്നത്. ഇവരെ എൻ്റെ സ്വന്തം ശമ്പളം കൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നത്. പിന്നെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പം അവരും എല്ലാം കൂടെ കൂടിയിട്ട് ഹെൽപ്പ് ചെയ്യും. എനിക്ക് മന്ത്ലി ചെറുതായിട്ട് സംഭാവന തരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നല്ലവരായ ഒത്തിരി ആൾക്കാരുണ്ട്. ഇതിൻ്റെ പുറകിൽ ഞാൻ ഒറ്റയ്ക്കല്ല ഇത് ചെയ്യുന്നത്. എൻ്റെ കരങ്ങളായിട്ട് ഒത്തിരി മനുഷ്യർ ഇതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഉഡാൻ എന്ന പേരിൽ സൊസൈറ്റി രൂപീകരിച്ചാണ് സുനിൽ ജോസിന്റെ പ്രവർത്തനം. ഉഡാൻ എന്നാൽ ടേക്ക് ഓഫ് എന്നാണ് അർത്ഥം. തെരുവിൽ നിന്ന് കിട്ടിയ മാലാഖ കുട്ടികളുമായി അറിവിന്റെ വെളിച്ചത്തിലേക്ക് പറക്കുകയാണ് അയാൾ. ജനം, കോഴിക്കോട്.